ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയുടെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ സവോള ഇത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുത്തത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഷോർട്സിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ അതിലേക്കൊന്ന് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, സവോള നന്നായിട്ട് വഴണ്ടി കിട്ടുള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് നമ്മളെന്താ പറയുക, തീയൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കാരണം കരിഞ്ഞു പോകരുത്. അതിന് പ്രത്യേക ടേസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒന്ന് വഴണ്ട് കിട്ടിയപ്പോൾ കണ്ടെന്ന് നിറമൊക്കെ മാറി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു പൊട്ടിക്ക്. പിന്നെ ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടെടുക്കുകയാണ്. മുളക് പൊടി ആവശ്യത്തിന്, നമ്മുടെ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനൊരു 1.25 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്കൊരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി കൂടുതൽ എരിവ് അത് ബാലൻസ് ചെയ്യുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്ത രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. ഞാനൊരു 4 സവോളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 4 സവോളയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ടീസ്പൂണോളം മസാലപ്പൊടി, വെജിറ്റബിൾ മസാലയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണം നല്ലോണം ഒന്ന് മാറിക്കിട്ടണം. പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അല്ലാണ്ട് ഉള്ളിക്കറിയൊക്കെ വെക്കുമ്പോഴേക്കും ഒത്തിരി സമയമെടുക്കും. പിന്നെ അല്ലാണ്ട് ചിലപ്പോൾ കഷ്ണമൊക്കെ ഇങ്ങനെ ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കൊരു രുചി ഉണ്ടാവുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുമ്പോഴും ഇത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴുമാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നല്ലോണം മാറി നല്ല മിക്സ് ചെയ്ത് വരിക. പിന്നെ ഇതിന് നമ്മുടെ ഹോട്ടൽ ടേസ്റ്റിൽ കിട്ടാനായിട്ടൊരു സ്പെഷ്യൽ ഒരു സാധനം കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിയുമ്പോഴേക്കും ഒരു ചെറിയ തക്കാളി നല്ലപോലെ പഴുത്താണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നല്ലോണം പഴുത്തൊരു തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയെങ്കിലും കനം കുറച്ച് അരിഞ്ഞെടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഞാനത് മാക്സിമം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൊണ്ട് തന്നെ കേട്ടോ അരിഞ്ഞെടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് അത് അരിഞ്ഞെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തക്കാളിയുടെ എന്താ പറയുക, ഒരുപാട് കുഴഞ്ഞൊന്നും പോകണമെന്നില്ല. തക്കാളി ഒന്ന് ഇതിനോടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. നല്ലോണം ഒന്ന് മിക്സായി കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഒരു ചേരുവയും കൂടി ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ. അത്രയും പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശർക്കര യൂസ് ചെയ്യുന്നവർക്ക് ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ളിക്കറിക്ക് എപ്പോഴും ഗ്രേവിക്ക് എപ്പോഴും ചെയ്യുക പഞ്ചസാരയാണ് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആവശ്യത്തിന് ഈ പഞ്ചസാരയുടെ രുചി മുന്നേ നിൽക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ അങ്ങനെയൊന്നും നിൽക്കില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലോണം വഴണ്ട് മിക്സായി പഞ്ചസാരയൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മളിത് എടുത്തപ്പോൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ആവശ്യത്തിന് വെള്ളം നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് ഗ്രേവിയായിട്ട് നല്ല കുറുകി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുത്തുക കേട്ടോ. ഒരു 5 വിസിലൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 വിസിലൊക്കെ വന്നു. അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറി ഓക്കെയാണ്. സൂപ്പർ ടേസ്റ്റാണ്, ഗ്രേവിയാണ്. ഞാൻ ഇച്ചിരി ലിക്വിഡ് ഫോമിൽ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.